ഹിസ്ബുള്ളക്കെതിരെ അതിമാരകമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം തീരദേശ പട്ടണമായ ടൈറിലേക്ക് ഇസ്രായേലി സേനയുടെ മാരകമായ ബോംബിംഗ് ഉണ്ടായി. തെക്കൻ ബെയ്റൂട്ടിലേക്കും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായി. തെക്കൻ ബെയ്റൂട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ബഹുനില കെട്ടിടങ്ങളാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്നത്. അവിടെ 8-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം തന്നെ നൽകുന്ന വിവരം. അതേസമയം ലെബനനിലുടനീളം 150-ലധികം കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏകദേശം 150ഓളം ഹിസ്ബുള്ള ഭീകരവാദികളെയാണ് ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ ആക്രമണത്തിൽ IDF കൊലപ്പെടുത്തിയത് എന്ന് IDFന്റെ വക്താവ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. തെക്കൻ ലെബനനിലുടനീളം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായത്. തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലി സേന ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കി. ആ പ്രദേശങ്ങളിലുള്ള ബങ്കറുകളിലുള്ള പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ തകർത്തു. അതുപോലെ തന്നെ അവരുടെ ബേസ് ക്യാമ്പുകൾ തകർത്തു, അവരുടെ കൺട്രോൾ റൂം തകർത്തു. അങ്ങനെ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധശാലകളും അവരുടെ ഓപ്പറേഷൻ സെന്ററുകളും എല്ലാം തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത്. കഴിഞ്ഞ ദിവസം മാത്രം ഇസ്രായേലി സേന 200ഓളം മിസൈലുകളാണ് ലെബനന്റെ വിവിധ മേഖലകളിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് അയച്ചത്. അത് മാത്രവുമല്ല, ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇസ്രായേലി സേന നടത്തി. ബെയ്റൂട്ടാണ് പ്രധാനമായും ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്തിന് സമീപം ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകൾ, ആയുധ സംഭരണശാലകളൊക്കെ തന്നെ ഇസ്രായേലി സേന ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ആയുധശാലകളിൽ നടത്തിയ പരിശോധനയിൽ റഷ്യൻ നിർമ്മിതമായ ബാലിസ്റ്റിക് മിസൈലുകൾ, ആന്റി ടാങ്ക് മിസൈലുകൾ എന്നിവ ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം. അങ്ങനെയെങ്കിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ എങ്ങനെയാണ് ഹിസ്ബുള്ളയ്ക്ക് എത്തിയത്? റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇറാൻ വാങ്ങുകയും ഇറാൻ ആ ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് നൽകുകയും ചെയ്തിരിക്കാം. ഈ ഒരു കണക്കൂട്ടലാണ് ഇപ്പോൾ IDFനുള്ളത്. ആന്റി ടാങ്ക് മിസൈൽ നിരവധി എണ്ണം ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലകളിൽ ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ ഇസ്രായേലി സേന പിടിച്ചെടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ കണക്കൂട്ടൽ പ്രകാരം റഷ്യയുടെ ആയുധം റഷ്യ ഇറാന് നൽകിയിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരം മുഴുവൻ ഹിസ്ബുള്ളയ്ക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്നും ആയുധങ്ങൾ എത്തുന്നില്ല. നിലവിൽ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ അവസാനിക്കാറായി എന്നുള്ള വാർത്തകളും IDF തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 80% ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും ഒന്നുകിൽ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇസ്രായേലി സേന പിടിച്ചെടുക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനും പ്രതിരോധിച്ചു നിൽക്കാനും ആയുധങ്ങളില്ലാതെ പെടാപ്പാടുപെടുകയാണ് ഹിസ്ബുള്ള. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു വെടിനിർത്തൽ ചർച്ചകൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഹിസ്ബുള്ളയെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് റഷ്യൻ നിർമ്മിത ആന്റി ടാങ്ക് മിസൈൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കണ്ടെടുത്തായുള്ള പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നത്. ബെയ്റൂട്ട് മേഖലയിലേക്ക് വലിയ ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന വിവരങ്ങളും ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ബെയ്റൂട്ടിലെ നിരവധി കെട്ടിടങ്ങളിലെ താമസക്കാർക്കാണ് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ അവിടെ വിതരണം ചെയ്ത ലഘുലേഖയിലൂടെയുമാണ് ഇത്തരമൊരു നിർദ്ദേശമുള്ളത്. അതിൽ പറയുന്ന കാര്യം, നിങ്ങൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഈ ഏരിയയിൽ നിന്നും, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും എത്രയും വേഗം സുരക്ഷിതമായ ഒരിടത്തേക്ക് ഒഴിഞ്ഞു പോവുക. ഏത് നിമിഷവും ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒരാക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്തുനിന്നുണ്ടാകാം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും കൃത്യമായ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ആ മേഖലയിൽ തൊട്ടു പിന്നാലെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നടത്തിയതുപോലെ ഒരു സാവകാശം ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നില്ല. ഹിസ്ബുള്ള എന്ന ഭീകരന്മാരെ എത്രയും വേഗം തീർക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ മുന്നിലുള്ളത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വൻതോതിലുള്ള ആയുധ ശേഖരം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. നേരത്തെ 2 പടക്കപ്പലുകളിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ അമേരിക്ക നൽകിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയൊരു തീരുമാനം അമേരിക്കയുടെ കോൺഗ്രസ് എടുത്തിരിക്കുന്നു. അതായത് $100 ബില്യൺ ആയുധം ഇസ്രായേലിന് നൽകാനുള്ള തീരുമാനം അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ആയുധത്തിന് ഒരു കുറവും ഉണ്ടാകരുത്. ഇസ്രായേലിന്റെ പക്ഷത്ത് ആയുധത്തിന്റെ ഒരു കുറവും ഉണ്ടാകരുത്. പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകര സംഘടനകളെ തീർക്കാൻ
എല്ലാ സഹായങ്ങളും അമേരിക്ക ഇസ്രായേലിന് വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യത്തിന് ആയുധങ്ങൾ നൽകി, സാമ്പത്തികം നൽകി, സ്ഫോടക വസ്തുക്കൾ നൽകി, മാരക പ്രഹരശേഷിയുള്ള ബോംബുകളൊക്കെ നൽകിക്കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരെ തീർക്കണം. അത് സിറിയയിലായാലും യമനിലായാലും ലബനനിലായാലും ഇറാനിലായാലും ഇറാഖിലായാലും എവിടെയൊക്കെ ഇസ്ലാമിക ഭീകരർ തലപൊക്കുന്നുണ്ടോ അവിടെയൊക്കെ അത് അവരെ ആഞ്ഞടിക്കാൻ അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒക്ടോബർ മാസം 7 കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത 5 ഹമാസ് കമാൻഡർ തലവന്മാരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. വടക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിലാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ ഇസ്രായേലി സേന വകവരുത്തിയത്. ഒക്ടോബർ മാസം 7 ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇവർ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒക്ടോബർ മാസം 7, 2023 സംഭവം ഇസ്രായേലിന്റെ മനസ്സിൽ ഇന്നും നീറുന്ന വേദനയായി അവശേഷിക്കുന്നുണ്ട്. ആ കൂട്ടക്കുരുതിക്ക് കാരണക്കാരായ ആളുകളെ ഓരോരുത്തരെയായി പിന്തുടർന്നുകൊണ്ട് അവരെ കണ്ടെത്തി തീർക്കുക എന്ന ഏറ്റവും വലിയ പ്രതികാരം ചെയ്യുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. മൊസാദിന്റെ ചാരന്മാർ എവിടെയുണ്ട് അവരെന്ന് കണ്ടെത്തുന്നു, പിന്നാലെ ആക്രമണം നടത്തുന്നു. നമുക്കറിയാം യഹിയാ സിൻവാറിനെ തീർത്ത കഥ. യഹിയാ സിൻവാറിനെ കണ്ടെത്തി, യഹിയാ സിൻവാർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. ആ കെട്ടിടത്തിലേക്ക് മാരക പ്രഹരശേഷിയുള്ള റോക്കറ്റ് അയച്ചു. ഛന്നഭിന്നമായി പോയി യഹിയാ സിൻവാറിന്റെ തല. അത്രത്തോളം പ്രതികാരമാണ് IDF-നുള്ളത്. ആ പ്രതികാരം കൃത്യമായി അവർ നടപ്പാക്കുന്നു. ഇപ്പോൾ ഇത് ഒക്ടോബർ മാസം 7 കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത 5 ഹമാസ് തലവന്മാരെ, എലൈറ്റ് നുജുമ ഫോഴ്സിലെ തലവന്മാരെയാണ് കഴിഞ്ഞ ദിവസം തീർത്തത്. ഇവരുടെ ചിത്രങ്ങൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നു. ഇവർ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളത് വ്യക്തമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബെയ്റൂട്ട് മേഖലയിലേക്ക് വലിയ ഒഴിപ്പിക്കൽ ഉത്തരവ് നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന എന്ന വിവരങ്ങളും ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. ബെയ്റൂട്ടിലെ നിരവധി കെട്ടിടങ്ങളിലെ താമസക്കാർക്കാണ് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേലി സേന നൽകിയിരിക്കുന്നത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയും അതുപോലെ അവിടെ വിതരണം ചെയ്ത ലഘുലേഖയിലൂടെയുമാണ് ഇത്തരമൊരു നിർദ്ദേശമുള്ളത്. അതിൽ പറയുന്ന കാര്യം, നിങ്ങൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഈ ഏരിയയിൽ നിന്നും, ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും എത്രയും വേഗം സുരക്ഷിതമായ ഒരിടത്തേക്ക് ഒഴിഞ്ഞു പോവുക. ഏത് നിമിഷവും ഈ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകാം എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും കൃത്യമായ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ആ മേഖലയിൽ തൊട്ടു പിന്നാലെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ നടത്തിയതുപോലെ ഒരു സാവകാശം ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നില്ല. ഹിസ്ബുള്ള എന്ന ഭീകരന്മാരെ എത്രയും വേഗം തീർക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ മുന്നിലുള്ളത്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വൻതോതിലുള്ള ആയുധ ശേഖരം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. നേരത്തെ 2 പടക്കപ്പലുകളിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ അമേരിക്ക നൽകിയിരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയൊരു തീരുമാനം അമേരിക്കയുടെ